ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് അയ്യേ എന്നുള്ളൊരു വാക്കല്ലേ. അയ്യേ നീ പോയില്ലേ, അയ്യേ നീ എന്തെങ്ങനെ പറയുന്നത്, അയ്യേ എനിക്ക് വയ്യ, ഇങ്ങനെ പല കാര്യത്തിലും നമ്മൾ അയ്യേ എന്ന് പറയാറുണ്ട് അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഒരു വേർഡൊന്നുമില്ല കേട്ടോ, ഒരുപാട് വേർഡുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേക്കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനു മുമ്പ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഡെയിലി യൂസ് സെന്റൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇതാണ്, ഞാൻ ഇന്ന് പോകുന്നില്ല കേട്ടോ. നമ്മൾ ഒരാളോട് പറയാണ് ഞാൻ ഇന്ന് പോകുന്നില്ല കേട്ടോ, സ്കൂളിലേക്കാവാം, ജോലിക്കാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കാവാം, എന്തോ ആവട്ടെ, ഞാൻ ഇന്ന് പോകുന്നില്ല കേട്ടോ. ഇട്ടോ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ഒന്നും ചേർക്കാനില്ല. അപ്പൊ പോകുന്നില്ല ട്ടോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഐ വോണ്ട് ഗോ ടുഡേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഐ വോണ്ട് ഗോ ടുഡേ, ഞാൻ ഇന്ന് പോകുന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഐ എം നോട്ട് ഗോയിങ് ടുഡേ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. വരാനിരിക്കുന്ന കാര്യമാണ്, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ വോണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഐ എം നോട്ട് ഗോയിങ് എന്ന് യൂസ് ചെയ്തും പറയാം. അല്ലാതെ ഞാൻ പോകുന്നില്ല ട്ടോ എന്ന് പറയുമ്പം എന്താണെന്ന് അതിശയപ്പെടേണ്ട, അതൊക്കെ മലയാളത്തിലുള്ളൊരു സെന്റൻസുകളാണ്. ഓക്കെ, ഇനി അതിന് റീപ്ലൈ ആയിട്ട് ചോദിക്കാൻ, നീ എന്തുകൊണ്ടാണ് പോകാത്തത് അല്ലേ, നീ എന്തുകൊണ്ടാണ് പോകാത്തത്, നീ എന്തുകൊണ്ട് പോകുന്നില്ല, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൺ സ്പോട്ടിൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് പറയാം, നീ എന്തുകൊണ്ട് പോകുന്നില്ല, വൈ ആൻഡ് യു ഗോയിങ് അല്ലേ, വൈ ആൻഡ് യു ഗോയിങ്, നീ എന്തുകൊണ്ട് പോകുന്നില്ല. ഇന്ന് എനിക്ക് പോകാൻ കഴിയില്ല, ഇന്നെനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്നെനിക്ക് പോകാൻ കഴിയില്ല, ഐ കാൺട്ട് ഗോ ടുഡേ, ഐ കാൺട്ട് ഗോ ടുഡേ. നെക്സ്റ്റ് പറയാണ് എനിക്ക് പോകാൻ വാഹനമില്ല എന്ന് പറയുകയാണെങ്കിലോ, എനിക്ക് പോകാൻ വാഹനമില്ല, ഐ ഡോണ്ട് ഹാവ് എ വെഹിക്കിൾ ടു ഗോ, ഐ ഡോണ്ട് ഹാവ് എ വെഹിക്കിൾ ടു ഗോ, എനിക്ക് പോകാൻ വാഹനമില്ല, അല്ലെങ്കിൽ ബൈക്കില്ല, കാറില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുകയാണ് നീ ബൈക്കില്ലെങ്കിൽ പോകില്ലേ, നീ ബൈക്ക് ഇല്ലെങ്കിൽ പോകില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ, ഇവിടേക്ക് നമ്മളെ വെർബ് ഏതാണ്, പോവുക എന്നുള്ള വെർബാണ്. അപ്പോ നീ ബൈക്ക് ഇല്ലെങ്കിൽ പോകില്ലേ, നീ പോകില്ലേ, വോണ്ട് യു ഗോ, വോണ്ട് യു ഗോ ഇഫ് യു ഡോണ്ട് ഹാവ് എ ബൈക്ക്, വോണ്ട് യു ഗോ ഇഫ് യു ഡോണ്ട് ഹാവ് എ ബൈക്ക്, ഇനി ബൈക്ക് ഇല്ലെങ്കിൽ പോകില്ലേ. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ഒറ്റക്ക് പോകാൻ പറ്റിയില്ല, പറ്റിയില്ല എന്നാണ് കഴിഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയാറുണ്ടല്ലോ. ഐ കുഡിൻ ഗോ എലോൺ, ഐ കുഡിൻ ഗോ എലോൺ, എനിക്ക് ഒറ്റക്ക് പോകാൻ കഴിഞ്ഞില്ല, പറ്റിയില്ല എന്നൊക്കെ പറയാം. നെക്സ്റ്റ് നമുക്ക് പറയാറുണ്ട് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ പോകാം, എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ പോകാം എന്ന് പറയാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഇഫ് പോസിബിൾ ഐ വിൽ ഗോ, ഇഫ് പോസിബിൾ ഐ വിൽ ഗോ, എനിക്ക് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ എന്ന് പറയുന്നത് കൊണ്ട് ഇഫ് ഐ ക്യാൻ ഐ വിൽ ഗോ, ഇഫ് ഐ ക്യാൻ ഐ വിൽ ഗോ. അപ്പൊ പോസിബിൾ യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്തും പറയാം. ഓക്കെ, നെക്സ്റ്റ് അവിടേക്ക് ഞാൻ പോകില്ല, അവിടേക്ക് ഞാൻ പോകില്ല, ഐ വോണ്ട് ഗോ ദർ അല്ലെ, ഐ വോണ്ട് ഗോ ദർ, ഐ വിൽ നോട്ട് ഗോ ദർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണോ, ഡസ് എനിവൺ വാണ്ട് ടു ഗോ, ഡസ് എനിവൺ വാണ്ട് ടു ഗോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണോ, പോകാൻ ആഗ്രഹമുണ്ടോ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാണ് നീ ഒന്ന് വേഗം പോകൂ, സ്കൂളിലേക്കൊക്കെ മക്കളെ പറഞ്ഞേക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ, മടി പിടിച്ച് നിൽക്കുമ്പോൾ ഗോ ക്വിക്ക്ലി, ഗോ ക്വിക്ക്ലി, നീ വേഗം പോകൂ. ഇനി ഞാൻ പോകില്ലെങ്കിലോ എന്ന് തിരിച്ചു ചോദിക്കുകയാണെങ്കിലോ, ഞാൻ പോകില്ലെങ്കിലോ, വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗോ, വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗോ, ഞാൻ പോകില്ലെങ്കിലോ. ഓക്കെ, പോകാഞ്ഞാൽ മോശമാണ് എന്നിങ്ങനെ പറയാ, പോകാഞ്ഞാൽ മോശമാണ്, ഇറ്റ്സ് ബാഡ് ഇഫ് യു ഡോണ്ട് ഗോ, ഇറ്റ്സ് ബാഡ് ഇഫ് യു ഡോണ്ട് ഗോ, പോകാഞ്ഞാൽ മോശമാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എപ്പോഴും പോകാറുണ്ട്, ഐ ഓൾവേസ് ഗോ, അല്ലെങ്കിൽ ഐ യൂഷ്വലി ഗോ അല്ലെ, പതിവായ കാര്യമാണ്, ഞാൻ എപ്പോഴും പോകാറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറില്ല എന്ന് പറയുകയാണെങ്കിലോ, അതായത് ഞാൻ ചിലപ്പോഴൊക്കെ പോകാറില്ല എന്ന് പറയുകയാണെങ്കിൽ സംടൈംസ് ഐ ഡോണ്ട് ഗോ, നെഗറ്റീവ് ആണല്ലോ, സംടൈംസ് ഐ ഡോണ്ട് ഗോ. ഓക്കെ, നെക്സ്റ്റ് എന്തായാലും പോയേക്കാം അല്ലേ, നമ്മളിപ്പോൾ കുറെ ആലോചിച്ചു എന്നിട്ട് പറയണം എന്തായാലും പോയേക്കാം, എന്തായാലും ഒന്ന് പോയേക്കാം എന്ന് പറയാറുണ്ടല്ലോ. എനിവേ ലെറ്റ്സ് ഗോ, എനിവേ ലെറ്റ്സ് ഗോ, എന്തായാലും നമുക്കൊന്ന് പോയേക്കാം. നീ ഒന്ന് പോയി നോക്ക്, നീ ഒന്ന് പോയി നോക്ക് എന്നെങ്ങനെ പറയാം, ജസ്റ്റ് ഗോ ആൻഡ് സീ, ജസ്റ്റ് ഗോ ആൻഡ് സീ, ഒന്ന് പോയി നോക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാണ് നീ പോകുമോ എന്ന് ചോദിക്കണമെങ്കിലോ, നീ പോകുമോ,
വിൽ യു ഗോ അല്ലേ? വിൽ യു ഗോ. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ ഒരു വാക്ക് പറയുന്നത്, അയ്യേ ഞാൻ പോകില്ല. ചിലപ്പോൾ നമ്മൾ വിളിക്കാത്ത സ്ഥലങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അയ്യേ ഞാൻ പോകില്ല. ഈ അയ്യേ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പല സിറ്റുവേഷനിലും രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, നോ വേ. നോ വേ ഞാൻ പോകില്ല, ഐ ഫോൺ ഗോ. ഓക്കെ, നോ വേ ഐ ഫോൺ ഗോ. അയ്യേ ഞാൻ പോകില്ല. മെയിനായിട്ട് നമ്മൾ അയ്യേ എന്ന് പറയാൻ വേണ്ടി നമുക്ക് നോ വേ എന്ന് യൂസ് ചെയ്യാം. പല വേർഡുകളുണ്ട്. ഇപ്പം ഹോ എന്ന് പറഞ്ഞിട്ടുണ്ട്, വാട്ട് എന്ന് പറയാം, റിയലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പല രീതിയിലുമാണ് നമുക്ക് പറയാൻ പറ്റാത്ത പോലെയുള്ള വാക്കുകൾ വരെ അയ്യേ എന്ന് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ കാണാറുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയതും നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളത് നോ വേ. അയ്യേ ഞാൻ പോകില്ല, നോ വേ ഐ ഫോൺ ഗോ. അപ്പൊ ദേഷ്യം, അതുപോലെ ഒരു ഇഷ്ടമില്ലായ്മ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നോ വേ യൂസ് ചെയ്തിട്ട് പറയാട്ടോ, അയ്യേ ഞാൻ പോകില്ല. ഓക്കെ, ഇന്ന് പോകാൻ പറ്റുമോ, ഇന്ന് പോകാൻ കഴിയുമോ, can I go there today, can I go there today അല്ലേ? നെക്സ്റ്റ് ഇങ്ങനെ പറയും, ഇന്ന് പോകാതിരിക്കാൻ വയ്യ. അത്രക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഇന്ന് പോകാതിരിക്കാൻ വയ്യ. അതായത് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് വരും അല്ലെ? എന്ന് പോകാതിരിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യാറ്, ഹാവ് ടു ആണ്. അപ്പൊ വയ്യ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ക്യാൻ ആണോ ക്യാൻഡ് ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. അല്ല, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ സെന്റൻസിന്റെ ആ ഒരു മീനിങ് ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇന്ന് പോകാതിരിക്കാൻ വയ്യെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോക്ക് അത്രയ്ക്കും നിർബന്ധമാണല്ലോ. അപ്പം ഐ ഹാവ് ടു ഗോ ടുഡേ എന്നാണ് പറയേണ്ടത്. ഐ ഹാവ് ടു ഗോ ടുഡേ, ഇന്ന് പോകാതിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇന്ന് നിർബന്ധമായിട്ടും പോകണം എന്നാണ്. ഓക്കെ, ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. ഇന്ന് പോകാഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ല, ഇന്ന് പോകാഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗോ എന്ന വെർബിന്റെ പല രീതികളുമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഗോ എന്ന വെർബ് മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അയ്യേ എന്ന് പറയുമ്പം ഉള്ള കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ അതിന് പല രീതിയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം നമുക്കൊരു ദേഷ്യം വരുമ്പോൾ നോ വേ എന്ന് പറഞ്ഞു കമോൺ എന്ന് പറയാറുണ്ട്. കമോൺ, അയ്യേ എന്ന് പറയുന്നതിന് നമുക്ക് അങ്ങനെ യൂസേജ് ഉണ്ട്. അതേപോലെ യാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഏറ്റവും നമുക്ക് പറയാനൊരു ഈസി തോന്നുന്നതാണ് നോ വേ എന്നുള്ളത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക മറക്കാതെ. എന്നാലേ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരെയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയുള്ളൂ കേട്ടോ. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ അറിയിക്കുക, സെൻറ്റൻസുകൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.